നമസ്തേ. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും എത്തുന്ന നമസ്തേ രവിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്നേഹം വിളമ്പുന്ന ഇഫ്താറുകൾ സജീവമായി. റമദാൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ലേബർ ക്യാമ്പുകളിലടക്കം ഇഫ്താറുകൾ നടക്കുന്നു. വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പുണ്യത്തിലാണ് ലോകം. റമദാനിലെ ഓരോ ദിനങ്ങളും നന്മകൾ കൊണ്ട് സുഹൃതമാക്കാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ. ഇതോടെ സ്നേഹം വിളമ്പുന്ന ഇഫ്താറുകൾ UAEയിൽ സജീവമായി. ദിവസേന 5000-ഓളം പേർക്കാണ് ദുബായിലെ സോനാപൂരിലെ ലേബർ ക്യാമ്പിൽ നടക്കുന്ന നോമ്പുതുറ. കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നുള്ള പങ്കുവെക്കലിന്റെ പാഠം ഗൾഫിലെ തൊഴിലാളി ക്യാമ്പുകളിൽ പകർന്നു നൽകുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അക്കാഫ് ഇവന്റ്സ്, ദുബായ് ചാരിറ്റി, വദനി അൽ എമിറാത്ത് ഫൗണ്ടേഷൻ എന്നിവ സഹകരിച്ചാണ് ലേബർ ക്യാമ്പുകളിൽ റമദാനിലെ എല്ലാ ദിവസവും ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. ഓൾ കേരള കോളേജ് അലുമിനി ഫോറം അക്കാഫ്, അതായത് കേരളത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമ വേദിയാണ് ഈ അക്കാഫ് ഇവൻറ്റ്സ് കൊടുക്കുന്നത്. എല്ലാ റമദാൻ മാസത്തിലും വർഷങ്ങളായിട്ട് നമ്മൾ ഇഫ്താർ അറ്റ് ലേബർ ക്യാമ്പ് എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അത് ഇത്തവണയും അത് സംഘടിപ്പിച്ചിട്ടുള്ളത് അൽ വത്താനി അൽ എമിറാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ദുബായ് ചാരിറ്റിയായിട്ട് ചേർന്നിട്ടാണ്. വിവിധ കോളേജിലെ ആൾക്കാരാണ് ഈ വന്ന് ഇത്രയും ആൾക്കാർക്ക് വോളണ്ടിയറായിട്ട് നിന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോളേജുകളിൽ നിന്ന് വരുന്ന ഫുഡുകളുണ്ട്, അതും നമ്മൾ ഇതുവഴി തന്നെയാണ് തീർച്ചയായിട്ടും കൊടുത്ത് പരമാവധി ആൾക്കാരിൽ എത്തിക്കുന്നത്. ഇന്നലെ തുടങ്ങിയെങ്കിലും ഫസ്റ്റ് ദിവസം തന്നെ ഏകദേശം 3000-ന് പുറത്ത് ആൾക്കാരെ നമുക്ക് കൊടുക്കാൻ പറ്റി. ഇന്ന് വന്നിട്ട് ഏകദേശം 5000-ന് പുറത്ത് ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഏകദേശം 250 വോളണ്ടിയേഴ്സെങ്കിലും അത് നമ്മുടെ കോളേജിലെ പ്രതിനിധികളുണ്ടെങ്കിൽ മാത്രമേ ഇത്ര സജ്ജമാക്കാൻ. കാരണം ഇത്രയും പേര് ഒരുമിച്ചാണ് വരുന്നത്. അവരെ ഇരുത്തുക, ലൈനായിട്ട് ഇരുത്തുക, ഓരോ ലൈൻ കഴിഞ്ഞിട്ട് മാറ്റി ഇരുത്തുക, അവർക്കുള്ള ഫുഡ് ഓരോ ലെവൽ ബേസിൽ പോവുക. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ട്രെയിൻഡാണ്. വിവിധ രാജ്യക്കാരായ 5000-ഓളം തൊഴിലാളികൾക്കാണ് ഇഫ്താർ ഒരുക്കുന്നത്. അക്കാഫ് ഇവന്റ്സിലെ സ്ത്രീകളടക്കമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കൊപ്പമാണ് ഇവരും നോമ്പ് തുറക്കുക. റമദാൻ പകരുന്ന സാഹോദര്യത്തിന്റെ പങ്കുവെക്കലിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടി പകരുന്നതിന്റെ സന്തോഷത്തിലാണ് ഏവരും. വെച്ചാൽ ഇപ്പോൾ ഓഫീസ് ടൈമും കുറച്ച് സമയത്തിന് പ്രവൃത്തി സമയം കുറവാണല്ലോ. അപ്പോൾ അതുമാത്രമല്ല, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്. ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളും അത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ അക്കാഫായിട്ട് ഒരുമിച്ച് നിന്ന് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു എല്ലാവരും വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരും അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമല്ല അത്. ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു പുണ്യകാര്യം ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നത്. സമയമില്ല എന്നുള്ളത് ഒരു കാരണമല്ല, എല്ലാവർക്കും സമയമുണ്ട്. നമ്മൾക്ക് വേണമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന റമദാനിൽ വ്രതമനുഷ്ഠിച്ചവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൽ ഏറെ പുണ്യകാര്യമാണ്. റമദാന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് നിരവധി വർഷങ്ങളായി അക്കാഫ് ഇവന്റ്സ് റമദാനിൽ ഉടനീളം ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും എമിറാത്ത് അൽ വത്താനിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഞങ്ങളുടെ 30 ദിവസവും അക്കാഫ് ഇവന്റ്സ് ശരിക്കും ഇപ്പോൾ ഇത് പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുകൊണ്ട് ഞങ്ങൾ അൽ വത്താനി എമിറേറ്റ്സുമായിട്ട് ചേർന്ന് ഒരു വോളണ്ടിയർ സർവീസാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ റമദാൻ്റെ ആദ്യത്തെ ദിവസം ഏകദേശം 3000 ആൾക്കാർക്ക് ഇത്
ഇഫ്താർ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ അത് 5000 ആളിലായിട്ട് മാറി ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലായിരുന്നു. ആദ്യം 2000, 3000, അത് പിന്നെ 5000, അവസാന ദിവസങ്ങളിലൊക്കെ 10000 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ ഇന്നലെ 3000 പേർക്ക് കൊടുത്തെങ്കിൽ ഇന്ന് ഏകദേശം 5000 ആൾക്കാർക്കാണ് ഇത് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങൾ അൽബത്താനി എമിറേറ്റ്സുമായിട്ട് ചേർന്നിട്ട് ഈ അക്കാഫ് ഇവൻറ്റ്സ് 30 ദിവസവും ഇതേ സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും ഞങ്ങളെ 30 ദിവസം കൊടുക്കാനുള്ള സന്നദ്ധതയിലാണ് നിൽക്കുന്നത്. ഇഫ്താർ വിരുന്നുകൾ രാജ്യമൊട്ടാകെ നടക്കുകയാണ്. വിവിധ സ്ഥാപനങ്ങളും കമ്പനികളും പ്രവാസി സംഘടനകളും ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുന്നുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഇഫ്താർ സംഗമം നടന്നു. ഫാസ്റ്റ് ബിസിനസ് ലൈൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ബിസിനസ് പങ്കാളികൾ, വ്യവസായ സംരംഭകർ, സെലിബ്രിറ്റികൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും റമദാന്റെ പുണ്യമായി ഇഫ്താർ സന്ധ്യകൾ UAE സജീവമായിരിക്കും. പരസ്പര വിശ്വാസം തകരുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരം നോമ്പുതുറകൾ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന് ഉത്തമ മാതൃകകളാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം.